LDFിന്റെ 3 മേഖലാ ജാഥകളും പാളിയെന്ന് CPI തുറന്നടിച്ചിരിക്കുന്നു. വൻ പ്രചരണവും കോലാഹലങ്ങളുമായി ഫെബ്രുവരി 1, 4, 6 തീയതികളിൽ തുടങ്ങിയ ജാഥയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിട്ടില്ല. MV ഗോവിന്ദൻ നയിച്ച വടക്കൻ മേഖലാ ജാഥ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിച്ച തെക്കൻ മേഖലാ ജാഥ, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിച്ച മധ്യമേഖലാ ജാഥ എന്നിവയാണ് പാർട്ടി വൻതോതിൽ കൊട്ടിഘോഷിച്ചത്. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികളും വർഗീയ വിഭജന നീക്കങ്ങളും തുറന്നു കാണിക്കാനുമായിരുന്നു ലക്ഷ്യം. നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ജാഥകൾക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തപ്പോഴും കസേരകൾ ഒഴിഞ്ഞുകിടന്നു എന്നത് CPIയുടെ പ്രധാന വിമർശനങ്ങളിൽ ഒന്നാണ്. ബിനോയ് വിശ്വത്തിന്റെ ജാഥയ്ക്കും വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ലെന്നും ഒരു സംസ്ഥാന ജാഥ മാത്രം മതിയായിരുന്നുവെന്നും എക്സിക്യൂട്ടീവ് വിലയിരുത്തി. അതേസമയം ബാലുശ്ശേരിയിൽ വയോധികൻ തന്റെ പെൻഷൻ തുക CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കൈമാറിയതിന് പിന്നിൽ നേതാക്കളുടെ തിരക്കഥയായിരുന്നു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയിലായിരുന്നു സംഭവം ഉണ്ടായത്. ആ ജാഥയും അപ്പാടെ പാളിയെന്ന് പറയേണ്ടി വരും. പണം കൈമാറണമെന്ന് നേതാക്കൾ പറഞ്ഞതായി ബാലുശ്ശേരി സ്വദേശി മൊയ്തീൻ പറഞ്ഞു. ഗോവിന്ദന് നൽകിയാൽ പണം തിരികെ തനിക്ക് തന്നെ നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞതായും അദ്ദേഹം പറയുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വികസന മുന്നേറ്റ ജാഥ ബാലുശ്ശേരിയിലെത്തിയത്. മൊയ്തീൻ തന്റെ കയ്യിൽ നിന്ന് 2000 രൂപ MV ഗോവിന്ദന് നൽകി. പെൻഷൻ കിട്ടിയ പൈസയാണെന്നും അടുത്ത തവണയും LDF തന്നെ വരണമെന്നും UDF വന്നാൽ ഇനി ഇത് കിട്ടില്ലെന്നും മൊയ്തീൻ പറയുന്നുണ്ട്. ഗോവിന്ദൻ പണം വാങ്ങിയ ശേഷം മൊയ്തീന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടുകൊടുത്തു. മാഷ് പണം വാങ്ങിയതായി കൂട്ടിക്കോ എന്ന് വേദിയിലെ മറ്റ് നേതാക്കൾ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് കൊടുത്തതല്ലെന്നും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഭരണ നേട്ടമെന്ന നിലയിൽ മൊയ്തീൻ പണം നൽകുന്ന വീഡിയോ CPMന്റെ സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. മൊയ്തീൻ സംസാരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ കോൺഗ്രസ് ഹാൻഡിലുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കണ്ണൂരിലെ മമ്പറത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അഭിവാദ്യം അർപ്പിച്ച വീഡിയോയും ഇതുപോലെ തന്നെ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ അതിഥി തൊഴിലാളികളെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം ഇത്തരത്തിൽ മൊയ്തീനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണെന്നും പിന്നീട് മൊയ്തീൻ മറ്റൊരു മാധ്യമത്തിലൂടെ പറയുകയും ചെയ്തു. എന്തായാലും CPMന്റെ ജാഥകളെല്ലാം തന്നെ പാളിയിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI ഇത്തരത്തിൽ വിമർശിച്ച് രംഗത്തെത്തിയതും. മധ്യമേഖല ജാഥയടക്കം വളരെയധികം തകർന്നുപോയ അവസ്ഥയിലായിരുന്നു. പലപ്പോഴും ആളുകളുടെ പിന്മാറ്റവും എല്ലാ ജാഥയിലും കണ്ടു. ആവശ്യമില്ലാത്ത പൊടിപ്പും തൊങ്ങലും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടും ഈ ജാഥകളൊക്കെ തന്നെ പാളിപ്പോയ അവസ്ഥയായിരുന്നു. ഇത് CPIയെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്.